നീ ഇവിടെ നിൽക്കുന്നതല്ലേ ഉള്ളു. എടാ നീ എവിടാ? എടാ ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന അടുത്ത് പറഞ്ഞല്ലേ. എന്നെ കൊന്നവന്മാര് നീ കണ്ടില്ലേ? ഇവിടെ മൊത്തം ഞാനാ രക്ഷിച്ചത്. ഞാൻ വേഗം അങ്ങോട്ട് വരാം. ഓക്കെ, നീ പതുക്കെ വാ. നീ ഓക്കെ അല്ലേ? ഞാൻ വരുന്നുണ്ട്. നീ വാ, പതുക്കെ വാ. നീ വേണ്ട റെസ്റ്റ് എടുത്തിട്ട് വന്നാലും മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. ഇത്ര ഹൈറ്റില് ബോർഡ് വെച്ചത് ഏതാണ്? അത് പറ്റിയിരുന്നേ. എടാ നീ എങ്ങോട്ടാടാ പോകുന്നത്? ഞാൻ നിനക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് പോരെ. ഓക്കെ ഓക്കെ. എടാ ഞാൻ പറന്ന് പറന്ന് വന്നോണ്ടിരിക്കുക. ഞാനിവിടെ ഉണ്ട്, പോരെ. ഓക്കെ ഓക്കെ. ഓ, ഇവനെന്തിനാ കൂടെ വിളിക്കുന്നുണ്ടല്ലോ. ഈ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. അയ്യോ, ഓ ഇവിടെയാണ് നീ മുന്നേ വന്നല്ലേ? ഇവിടുന്നാണ് അടി തുടങ്ങിയത്. ഇവിടെ മൊത്തം തരിപ്പണമായി കിടക്കുവന്നല്ലോടാ. ഓ, ഞാൻ ഇവിടുത്തെ വെള്ളമെല്ലാം വലിച്ചു പൊട്ടിച്ചിട്ടുണ്ടേ. ആ വെള്ളം വീണാലേ ഈ ഇതിന് മുകളിലുള്ള മണ്ണെല്ലാം പോകും. എടാ ഇതെന്തോ ആണെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ഇതേ സംഭവം തന്നെ ഞാൻ മുന്നേ ഓപ്പൺ ആക്കിയത്. ഓക്കെ ഓക്കെ, ഡ്രോൺ വിട്ടത്. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇവിടെ എല്ലാം ഒന്നും കാണുന്നില്ലല്ലോ. മണ്ടയ്ക്ക് കയറി നോക്കിയാലോ? നോക്ക് എല്ലായിടം നോക്കിക്കോ. അവിടെ തന്നെ പോയി നോക്ക്, ആ ഡ്രോൺ വിടന്റെ അടുത്ത്. ഞാൻ നോക്കട്ടെ. ഓ, ഒന്നും കാണുന്നില്ലല്ലോ. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നിൽക്കാൻ ഞാൻ നോക്കട്ടെ. എന്തോ ഒരു സാധനം പൊങ്ങി വന്നാൽ അതുപോലെ ആയിരുന്നു നിനക്ക്? അതെ അതെ. ഓക്കെ, എനിക്കും പുതിയ പവർ കിട്ടാനാന്ന് തോന്നുന്നു. എന്തോ ഒരു സാധനം ഉണ്ടടാ. അതെ, ആ സ്പെല്ലിങ് തന്നെ കറക്റ്റ് അടിച്ചോ. ഓക്കെ ഓക്കെ, ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. നീ അവിടുന്ന് ആ ഡ്രോൺ വിടണം. ഞാൻ ഡ്രോൺ വിട്ടിട്ടുണ്ടായിരുന്നു. നോക്കടാ, എനിക്കും കിട്ടിയടാ ഒരെണ്ണം. എങ്ങനെയാടാ ഇത് വിടേണ്ടത്? ആകാശത്ത് കുറെ വട്ടം വരും. അതിനകത്തൂടെ ആ ഡ്രോൺ മേപ്പോട്ട് വിടണം. അപ്പൊ കുറെ ആളുകൾ വരും. ഞാൻ നോക്കട്ടെ. എനിക്കും വട്ടം വന്നു. ആ വട്ടത്തിനകത്തൂടെ വിട്ടു. കറക്റ്റ് വിടാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കട്ടെ. വിട്ടടാ, ഞാനും വിട്ടു. ഞാൻ കാണുന്നുണ്ട്. എടാ എന്റെ വട്ടത്തിനകത്തൂടെ നോല്ലടാ പോകുന്നത്. ഓഹോ, വട്ടത്തിൽ കൂടെ തന്നെ പോണം. വട്ടത്തിൽ കൂടെ തന്നെ ഇപ്പൊ പോകുന്നത്. ശരിയാവും. ഓ, എനിക്ക് പുതിയ പവർ കിട്ടിയെന്ന് തോന്നടാ. എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടടാ. ഇത് നമ്മുടെ പുതിയ ഗാഡ്ജറ്റാ. ആണോ? നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ ഇതും അറിയാൻ വേണ്ടിട്ട്. ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരുവാ. എന്റെ പുതിയ സ്കില്ലുമായിട്ട് ഞാനങ്ങ് വരുവാ. ഞാൻ വിളിക്കുമ്പോ നീ അങ്ങ് വന്നേക്കണേ. ഞാനിപ്പോ സ്പോട്ടിലെത്തും. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ പറന്ന് വരുവാ. ഓ, ഇത് നിനക്കുള്ള അടിയായിരിക്കും. എടാ ഞാനൊന്ന് വീണടാ. മുന്നത്തെ അടി ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടതാ. കുഴപ്പമില്ല, ഞാൻ ഇവന്മാര് വീണ്ടും വന്നോ? ഇവന്മാര് ബാങ്ക് കുത്തി തുറക്കുവാ. ഓ, ഇവന്മാര് എടാ നീ എന്തൊടുക്കുവാടാ അവിടെ? ഇങ്ങോട്ട് നോക്കടാ. ഹായ്, ഇങ്ങോട്ട് നോക്കിക്കേ. എന്തൊടുക്കുവാ നിങ്ങള്? എടാ അടിച്ചു നോക്കാം അമ്മമാരെ. അമ്മമാരുടെ കയ്യില് നീ എന്റെ അടുത്താണോ കളിക്കുന്നത്? ഞാനേ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനേ സ്പൈഡർമാനാ. സ്പൈഡർമാൻ അടി കണ്ടിട്ടുണ്ടോ? വല വിട്ട് നിങ്ങൾ എല്ലാത്തിനും ശരിയാക്കും. കറക്കി എടുത്തടിക്കും ഞാൻ. നീ ആരോടാണ് കളിക്കുന്നത്? അടിച്ച് നിന്റെ തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം. ഇന്ന് ഞാൻ ഉണ്ടല്ലോ. എത്ര പേരുണ്ടടാ? കേട്ടാ കുറെ പേരുണ്ട്, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. തോക്ക് കാണും, സൂക്ഷിച്ചോ. ഇല്ലടാ, ഉണ്ടടാ, തോക്കുണ്ടടാ. ഇവനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ പവർ എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാ എണ്ണത്തെയും ഞാൻ ശരിയാക്കും. ചേട്ടാ ശരിയായോ? എവിടെയാ ചേട്ടാ? ചേട്ടൻ ഓക്കെ ആണോ? ഞാൻ ഓക്കെ മോളെ, ഞാൻ ഓക്കെയാ. നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം. നിന്നെയൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കും. ഫോൺ വെച്ചോ. നീ ആരോടാണോ കളിക്കുന്നത്? എന്നോടാണോ കളിക്കുന്നത്? ഇവന്മാര് ഭയങ്കര ശക്തന്മാരാണെന്ന് തോന്നുന്നല്ലോടാ. എത്ര അടിച്ചിട്ട് ഇവന്മാരെ അങ്ങോട്ട് ചാവുന്നില്ലല്ലോ. ഇതെന്തോ കൂടി വരുവാന്നോ? ഇവന്മാരെ തോക്കൊന്നുമില്ല, പക്ഷെ ഇവന്മാർ എനിക്കിട്ട് പണി തരുമെന്നാ തോന്നുന്നത്. എന്റെ സൂട്ട് വരെ മുന്നേ കീറിപ്പോയതാ.
കല്ലുണ്ടാക്കിയിട്ട് ഇല്ലല്ലേ, എനിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ ഉണ്ട് കേട്ടോ മേളില്. കുഴപ്പമില്ല കുഴപ്പമില്ല, നീ വന്നില്ലേലും കുഴപ്പമില്ല, ഇവനെയൊക്കെ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്തോളാം. ഈ തോക്ക് ആ കുട്ടികളെ ഞാൻ ശരിയാക്കുമല്ലോ. ഇല്ലടാ കുഴപ്പമില്ല കുഴപ്പമില്ല. പിന്നെ ആരോടാടാ കളിക്കുന്നത്? പിന്നെ ഇന്ന് ഞാൻ ഉണ്ടല്ലോ, ഒറ്റയടിക്ക് നിന്നെ ഞാൻ ശരിയാക്കും. എന്തൊടുക്കും ഇവന്മാര്? എല്ലാ എണ്ണം തീർന്നിട്ടുണ്ട്. ഇല്ലെന്നാ ഇല്ലടാ, തീർന്നിട്ടില്ലടാ. ആളുണ്ട്. എന്റെ പൊന്നെ, ഇവനൊരു ആചാര ബാഹുടി മനുഷ്യനടാ. ഓ എനിക്ക് കിട്ടി. നീ ആരോടാടാ കളിക്കുന്നത്? നിന്നെ ഇനി ഞാൻ ശരിയാക്കും. എന്നെ എന്റെ സൈസ് കണ്ടിട്ടാണോ നീ എന്റെ അടുത്ത് കളിക്കാൻ വരുന്നത്? എടാ ഇവനെ ഞാൻ ഇത്ര അടിച്ചിട്ട് ഇവനെ കൊണ്ട് തളരുന്നില്ലല്ലോടാ. കിട്ടിയടാ, എനിക്കും കിട്ടി. ഓ എണ്ണിക്കാൻ സമ്മതിക്കടാ ഒന്ന്. എന്റെ പവർ നിനക്ക് അറിയത്തില്ല, കരിച്ചു കളയാൻ ഞാൻ നിന്നെ. എന്റെ എനിക്ക് ദേഷ്യം പിടിപ്പിച്ചാണ്ടല്ലോ. കിട്ടുന്നടാ, എനിക്കും കിട്ടുന്നുണ്ട്. വാങ്ങിച്ചോ, പോടാ എണ്ണീറ്റ്. ഇതാ ഇവൻ ഭയങ്കര ശക്തനാടാ. എടാ മാറി നിക്കടാ, ഞാൻ ആദ്യം ഇവനെ ഒന്ന് ഹാൻഡിൽ ചെയ്തോട്ടെ. മാറി നിക്കടാ, ഞാൻ ആദ്യം ഇവനെ ഒന്ന് ശരിയാക്കട്ടെ. നിന്റെ പവർ കാണിച്ചു കൊടുക്കാൻ കൊണ്ട് അത് എടുക്കാനുള്ള സമയം അമ്മമാര് തരണ്ടായോ? ഒരാളെ നോക്കുമ്പോ അടുത്ത ആള് വന്നോണ്ടേ ഇരിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മാറി നിക്കടാ, പിന്നെ ഇന്ന് ഞാൻ ശരിയാക്കുമല്ലോ. കുറച്ച് നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ മാറി നിൽക്കാൻ. ഇവനെ ഇന്ന് എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലോ. എല്ലാ എണ്ണത്തെ ഇന്ന് ഞാൻ ശരിയാക്കും. അവനെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടടാ. എനിക്കെന്റെ കലി വന്നോണ്ടല്ലോ. എല്ലാ എണ്ണത്തെയും ഞാൻ വരയെറിഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ എവിടുന്നാടാ? ഞാൻ അവന്മാരെ നോക്കിക്കൊണ്ടിരിക്കും, നീ എന്തുവാണ് ഇടയ്ക്ക് കയറി വരുന്നത്? ഇന്ന് ഞാൻ ശരി വെടിവെക്കാതടാ, അടങ്ങിയില്ലടാ അവിടെ. എവിടുന്ന് വരുവാടാ? നീ എവിടാടാ? എടാ ഞാനിവിടെ ഉണ്ട്. ഞാൻ ആ പൊളിഞ്ഞ ബിൽഡിങ്ങിന്റെ മണ്ടക്കിരുന്ന് കാണുന്നുണ്ട്. ചേടാ നീ കളി കാണുവാന്നോ? കളി കണ്ട് രസിക്കുവാന്നോ? ശരീരമെല്ലാം ഉടഞ്ഞിരിക്കുവാടേ. ഒരടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. എടാ ഇവന്മാർ എവിടുന്നൊക്കെ ഉണ്ടായി വരുവാന്ന് തോന്നടാ. റെസ്റ്റ് തരുന്നില്ലടാ എനിക്ക്. ഇത് നിനക്കുള്ള പണിയായോണ്ട് ഞാൻ കണ്ട് രസിക്കുക. നീ കണ്ട് രസിച്ചോ, കുഴപ്പമില്ല. ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. എന്തേലും സീരിയസ് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ താഴെ ഇറങ്ങും. പിന്നെ അവന്മാരൊന്നും നോക്കണ്ട. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഉമ്മാർക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ടടാ. എനിക്ക് പുതിയ ഗാജറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. തീർക്കും ഞാൻ അവന്മാരെ. കുഴപ്പമില്ല, എനിക്കും ഉണ്ട്. ഞാൻ വിചാരിച്ച് തീർന്നെന്ന്. എവിടുന്നോ ഒരു വെടിവെപ്പിന്റെ സൗണ്ട്. നോക്കട്ടെ ഞാന്. എടാ നീ പെട്ടെന്ന് എത്തണം കേട്ടോ. നമ്മുടെ ആ ഓഫീസ് ഫയറിലായിട്ടുണ്ട്. ഓക്കെ ഞാൻ പെട്ടെന്ന് വന്നേക്കാം. എങ്ങോട്ടാടാ? മാപ്പിൽ കത്തിക്കൊണ്ടിരിക്കുവാ. വേഗം എത്തണം നീ. ഓക്കെ എങ്ങോട്ടാണ് നീ മാപ്പ് പറ. ഞാൻ ഇട്ടിട്ടുണ്ട്, ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. വേഗം എത്തിയേരെ. ഞാൻ ദേ വരുന്നു. ഞാൻ ദേ പറന്ന് വരുന്നുണ്ട്. ഓക്കെ ഇടയ്ക്കൊക്കെ ഞാനൊന്ന് വീഴുന്നുണ്ട്. ഞാൻ ആ ലൊക്കേഷനിലുണ്ട്. വേഗം എത്തിയേരെ. വരുന്നടാ. ഫുള്ള് മണലായോണ്ട് ഭയങ്കര പ്രശ്നമാ. കണ്ണുപോലും കാണുന്നില്ല, പൊടിക്കാറ്റടിച്ചിട്ട്. ഇവിടെ അതൊക്കെ തന്നെ. ഞാൻ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്കൂടെ ഒക്കെ പറന്നു വരാൻ നോക്കുന്നുണ്ട്. എടാ നീ ലൊക്കേഷൻ മാറിപ്പോയോ? ഇല്ലടാ. കണ്ടു എടാ അവിടെ തീ കത്തുന്നടാ. ഞാൻ അകത്ത് കയറിയിട്ടുണ്ടേ. ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഞാൻ ഇവരെല്ലാം രക്ഷിക്കാൻ നോക്കട്ടെ. വേഗം ആട്ടെ. ഞാൻ വെള്ളം ഉണ്ടടാ അവിടെ. ഞാൻ ഓഫ് ആക്കി. ഈ എല്ലാം അടച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ പേടിക്കണ്ട, നിങ്ങൾ എല്ലാരും ഞാൻ രക്ഷിക്കും. പേടിക്കണ്ട. ഇതുവഴി പൊക്കോ. മാറി വേഗം സ്പോട്ടിലെത്ത്. ഞാൻ എത്തിയടാ. എടാ ഇവിടെ എന്തോ ഒരു സാധനം, ക്രിസ്റ്റൽ മാതിരി ഒരു സാധനം. എടാ ഞാൻ തൊട്ട് നോക്കട്ടെ. എടാ ആ മണ്ണ് മനുഷ്യൻ ഇവിടെ ഉണ്ടടാ. എടാ നീ വാ, പെട്ടെന്ന് വാ. ഞാൻ ഇപ്പൊ എത്തിയേക്കാം. എടാ ഒന്നൊന്നും അല്ലടാ, ഒരുപാടെണ്ണം ഉണ്ടടാ. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. നിങ്ങളെയൊക്കെ ഞാൻ കൊന്നു കളഞ്ഞതല്ലയോ. എന്റെ പവറെല്ലാം ഞാൻ നിന്നെ ഇന്ന് ശരിയാക്കും. മാറിപ്പോടാ. നീ എവിടെയാ? എടാ വരുന്നു. എടാ പെട്ടെന്ന് വാ. ഇത് പറ്റുമെന്ന് തോന്നില്ല കേട്ടോ എനിക്ക്. ഇവന്മാരെല്ലാം ഉണ്ടായി. എനിക്ക് കിട്ടിയടാ. ഇവന്മാരെ ഇന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്റെ പവർ ഫുള്ള് ഞാൻ ഇന്നെടുക്കും. എല്ലാ എണ്ണത്തും ഞാൻ കരിച്ചു കളയും. മണ്ണ് ഉറക്കി എന്നെ എറിയുന്നു. ശരിയാക്കും ഞാൻ ഇന്ന്. ഹലോ ചേട്ടാ. ചേട്ടാ എവിടാ? എന്റെ പൊന്നു മോളെ, ഞാൻ ബിസിയില്ല. എന്നെ ഇടയ്ക്ക് വിളിക്കല്ലേ, ഞാൻ വിളിക്കാം. അയ്യോ അർജന്റായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് പറ്റത്തില്ല.
പറ്റത്തില്ല സമയമില്ല. ഞാനിവിടെ കരിഞ്ഞോണ്ടിരിക്കുക, അല്ല പൊരിഞ്ഞോണ്ടിരിക്കുക. അതെന്താ മണ്ണ് മനുഷ്യനെ കൊന്നില്ലേ? പിന്നെന്താ? ഇല്ല മോളെ, കൊന്നിട്ട് അവന്മാരെല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട്. ഒന്നല്ല, ഒരു 100 അപ്പൊ സിറ്റിയുടെ കാര്യം ഇനിയും പ്രശ്നമാണല്ലോ. കുഴപ്പമില്ല, ഞങ്ങൾ 2 പേരുണ്ട്, നോക്കിക്കോളാം. ഇങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കും. എന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചിട്ട് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിച്ചില്ല. എല്ലാണത്തെ കറക്റ്റ് എടുത്തടിക്കാം. എല്ലാ എണ്ണം തീർന്നെന്ന് തോന്നുന്നു. ഞാനിത് പൊട്ടിക്കാം. എന്തോ ഒരു ക്രിസ്റ്റൽ മാതിരി ഒരു സാധനം. ഓ പൊട്ടിക്കണം ഈ ക്രിസ്റ്റൽ. ഞാൻ എങ്ങനെയും പൊട്ടിച്ചു. എടാ ഇതിനകത്ത് വേറൊരു സാധനം. എടാ ഞാനൊന്ന് തിരിച്ചു നോക്കട്ടെ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും നോക്ക്. ആ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടടാ. MJ said that there were more crystals scattered around the city. Gotta keep an eye out. നീ എങ്ങോട്ടാടാ പോകേണ്ടത്? നീ എവിടാടാ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ കുറെ പേർക്ക് എന്നെ ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഇവിടെ നിന്നു. ഓ എന്തോ റെസ്ക്യൂ ഉണ്ട്, വേഗം വരൂ. ഒരു മണ്ണിനകത്ത് കുടുങ്ങി, വേഗം വാ. ഞാൻ വരുന്നു. കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, വേഗം പോരെ. ഓക്കെ ഞാൻ വരുന്നു. ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്. ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആരാടാ വിളിക്കുന്നത്? നീ വേഗം വാ, പെട്ടെന്ന്. വരുന്നു. ഹെലികോപ്റ്റർ ഒക്കെ പോകുന്നത് കാണുന്നല്ലോ. വലിയ ഇഷ്യൂ ആണോടാ? ആണ്. നീ വേഗം എത്ത്. ഞാൻ മാപ്പ് നോക്കി അങ്ങ് വരുവാ. ഇന്നും കുടുങ്ങല്ലേ? ഇല്ല പേടിക്കണ്ട, നീ വിഷമിക്കണ്ട. ജനങ്ങളുടെ കാര്യം, അവരെ എങ്ങനെയും നമ്മൾ രക്ഷിക്കണം. അത് നമുക്ക് സെറ്റ് ചെയ്യാം, നീ പേടിക്കണ്ട. ഞാൻ വരുവാ. നശിച്ചു. ഞാൻ എന്റെ പറന്ന് വരുന്നുണ്ട്. പറക്കുമ്പോഴേ ഒരുപാട് ദൂരെയാണോ? കുറച്ച് ദൂരെയാ. ഞാൻ എത്തും. എന്റെ മുറിവൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് വരണ്ടായോ, അതുകൊണ്ട് ഞാൻ പറന്ന് വരുവാ പതുക്കെ. ഓക്കെ ശരി, വേഗം എത്ത്. ഓ നല്ല ദൂരമാണെന്ന് തോന്നല്ലോടാ. കാക്കയൊക്കെ പറന്നു പോകുന്നു. ഇടിക്കല്ലേ? ഇല്ല, അവര് എന്നെ പോലെ പറക്കാൻ കഴിവുള്ള പക്ഷിയല്ലേ. എടാ നീ എന്നെ വിളിച്ചത് നല്ല കേന്ദ്രത്തിലാവല്ലോടാ. ഇവന്മാരുണ്ടോ ഇവിടെ? ഞാൻ അറിഞ്ഞില്ല ഇവന്മാരുള്ള കാര്യം. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. എല്ലാ എണ്ണത്തെ ഞാൻ പറത്തി അടിക്കും. ഒരു ഞാൻ നിലത്തിട്ടടിക്കത്തില്ല. നീ ആരോടാടാ കളിക്കുന്നത്? എടാ സൂക്ഷിക്കണേ. ഇല്ല കുഴപ്പമില്ല. കയ്യില് തോക്കുണ്ട്. അതൊന്നും നീ കാര്യാക്കണ്ട. എല്ലായിടത്തും ചാവട്ടി ഞാൻ കൂട്ടും. പിന്നെയും ഞാൻ നോക്കിക്കോ, ഒരുത്തനെ ഞാൻ നിലത്തിട്ടടിക്കത്തില്ല. എല്ലായിടത്തും ഞാൻ പറത്തി എടുത്തിട്ടടിക്കും. എനിക്ക് കാലി വന്ന എന്റെ പവർ നിനക്ക് അറിയത്തില്ല. കരിച്ചു കളയും ഞാൻ. ഈ തോക്കും കൊണ്ട് എങ്ങോട്ടാണ്? എന്റെ വെനം ജന്മ എടുക്ക്. നോക്കട്ടെ. എനിക്ക് വെടി വെക്കുന്നതാ അവന്മാര് അതില് വീഴും. നോക്കട്ടെ. അതെടുക്കാതെ തന്നെ ഇവന്മാരെ കൊല്ലാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. ഉള്ള പവറെല്ലാം കൂടെ എടുത്താലേ ഇവന്മാര് പേടിച്ചു പോകും. ഇതൊക്കെ ഡൂക്ലികള്. ഇതെന്റെ വല കൊണ്ട് തന്നെ ഇവന്മാരെ ഞാൻ സെറ്റ് ചെയ്യും. എല്ലായിടത്തും പറത്തി എടുത്തിട്ട് അടിക്കുവോ ഞാൻ. സൗണ്ട് കേൾക്കുന്നുണ്ട്, നീ ശ്രദ്ധിക്കണേ. എനിക്കൊന്നും കൊള്ളുന്നില്ല. എല്ലായിടത്തും ഞാൻ ശരിയാക്കുന്നുണ്ട്. നീ ആരോടാണ് കളിക്കുന്നത്? എല്ലായിടത്തും ഞാൻ തീർത്തടാ. നീ ആരുമില്ലെന്ന് തോന്നുന്നു. നീ എങ്ങോട്ടാണ്? ഞാൻ നോക്കട്ടെ. ഒരു കണ്ടടാ, ഞാൻ ആ വണ്ടി കുടുങ്ങി കിടക്കുന്നു. വേഗം. ഓക്കെ ഓ ഭയങ്കര പവറാ കേട്ടോ. അതിനകത്ത് ആളുണ്ടോ? ഉണ്ട്. നോക്കട്ടെ, ഞാൻ തുറന്നു നോക്കട്ടെ. എടാ ഒരാളുണ്ടടാ. നല്ല രക്ഷപ്പെടുത്ത. ഞാൻ നോക്കട്ടെ. എന്റെ കയ്യടാ, നീ വാ, പെട്ടെന്ന് വാ. ഞാൻ അയാളെ വലിച്ചു പുറത്തിട്ടിട്ടുണ്ടേ. ഞാൻ അയാളെ തോളിലെടുത്ത് പതുക്കെ ഇട്ടു. ഞാൻ അയാളെ മരിക്കാറായോ അയാള്? ഇല്ലില്ല, ജീവനുണ്ട്. ഞാൻ അയാളെ കൊണ്ട് ദേ വരുന്നു. ഞാൻ അയാളെ ഹോസ്പിറ്റലിലാ കൊണ്ടാക്കട്ടെ. ഓക്കെ, ഞാൻ അവിടെ കാണും. വേഗം എത്തിയേക്കാം. എനിക്ക് ഒറ്റ കൈ കൊണ്ട് പറക്കഴിച്ചിട്ട് ബുദ്ധിമുട്ടാട്ടോ. ഓക്കെ ശരി, കാണാം. കുഴപ്പമില്ല. ഹോസ്പിറ്റലാണ് ഞങ്ങൾ ദൂരെയാണ്. ഇയാൾക്കൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ഇയാള് കിടന്നിട്ട് ഞാൻ സൈഡിൽ കൂടെ വരുന്നുണ്ട്. നീ കാണുന്നുണ്ട്? എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. കുഴപ്പമില്ല. കണ്ടോ? ഞാൻ കണ്ടില്ല നിന്നെ, പക്ഷെ കണ്ടു. നീ ഇത്ര സ്പീഡിൽ പോവാതെ. നിന്റെ കയ്യിൽ ആളിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പതുക്കെ വരേണ്ടി വരുന്നത്. പതുക്കെ വന്നാൽ മതി. അയാൾ അങ്ങനെ കയ്യിൽ താഴെ പോയാൽ കാഞ്ഞു പോകും. അതിലുപരി അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പോകുന്നത്. താഴെ വീണ് അയാളെ കൊല്ലണോ അതോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അയാളെ തന്നെ മരിക്കണോ? തീരുമാനിക്കും. ഞാൻ താഴെ വന്നാൽ മതി. താഴെ എന്തായാലും അയാളെ വിളിക്കത്തില്ല. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്ന മാതിരി എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെച്ചറിൽ കിടത്താളാ. ഇയാൾ എന്ത് കിടന്ന് പറയുന്നേ?
ഇയാൾക്ക് പ്രാന്താണോ? അങ്ങനെയൊന്നും പറയാതെ അയാള് വീണ വീഴ്ചയല്ല, അയാളുടെ തലയ്ക്ക് എന്തോ പ്രശ്നം പറ്റിയതാ. ഇയാള് നമ്മളെ തെറി വിളിക്കുവാണോ? രക്ഷിച്ചതിനാണോ? അല്ല, അയാൾ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ഒരു മിനിറ്റടാ. ഓക്കെ, നീ ഇവിടെ പോവാടാ, ഞാനും വരുന്നു. ഞാൻ റേഞ്ച് കിട്ടുന്നിടത്തോട്ട് ഇരുന്നതാ. എടാ ഡിഗ്രി, ആരാടാ വിളിക്കുന്നത് നിന്നെ? എടാ ഡിഗ്രി, ആരാടാ വിളിക്കുന്നത് നിന്നെ? പ്രിൻസിപ്പാളാ, വേഗം സ്കൂളിൽ എത്താൻ വേണ്ടിട്ടാ. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി വന്നതല്ലേ, പണിയാവോടാ? നോക്കാം, ക്ലാസ്സിൽ കേട്ടോടാ നമ്മളെ, നമുക്ക് പോയി നോക്കാം. എന്റെ ബാ.